കഴിഞ്ഞത് പുള്ളി പറഞ്ഞ വെറ്റ് വൈപ്സ് എടുക്കുക, തുടക്കുക, ഡ്രസ്സ് വേറെ, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ചോദിച്ച് പോവാണ്. ഡൽഹിയിൽ വരുമ്പോൾ എന്തായാലും ഇവിടെ വരണം. സത്യം പറഞ്ഞാൽ എന്താ അച്ചീവ് ചെയ്തൊരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. ഗൈസ്, ഞാൻ ഡൽഹിയിലെത്തി. ഹിന്ദി പാട്ടൊക്കെ കേൾക്കുന്നുണ്ടോ? ഞാനിപ്പോ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു കഫ്റ്റീരിയയിൽ കയറിയതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഇനി എന്തൊക്കെ പ്ലാൻ ഉണ്ട് ഐ ഡോണ്ട് നോ. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ഡ്രസ്സ് ഒന്ന് മാറണം. കുളി എന്തായാലും നടക്കില്ല. ഞാൻ എന്റെ വലിയ ബാക്ക് പാക്ക് ക്ലോക്ക് റൂമിൽ വെച്ചു. എന്നിട്ട് ഇപ്പം എന്റെ ചെറിയ പാക്കറ്റിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇറങ്ങിയേക്കുവാണ്. സോ ദിസ് ഈസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. 80 രൂപയുടെ ഇഡ്ഡലി സാമ്പാർ, 40 രൂപയുടെ കാപ്പി. അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ചൊക്കെ ഞാൻ ചാച്ചിപ്പിടീന്റെ അടുത്തും അച്ചുവിനോടൊക്കെ ചോദിച്ചിട്ട് എവിടെയൊക്കെ പോകണം എന്നുള്ളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നോക്കാം എന്താണെന്ന് വെച്ചാൽ. ഗൈസ്, അപ്പൊ ഞാനിതേ ഹുമയൂൺസ് ടോംബിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷനാകെ കുറച്ച് ദൂരമുള്ളൂ, 60-80 രൂപയുടെ ദൂരമുള്ളൂ. പക്ഷെ എൻ്റെ അടുത്ത് 100 രൂപ വാങ്ങിച്ചു. വാട്ടെവർ. അപ്പോൾ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞത് പുള്ളി പറഞ്ഞ വെറ്റ് വൈപ്സ് എടുക്കുക, തുടക്കുക, ഡ്രസ്സ് വേറെ, ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ കുളി കാര്യങ്ങള്. വേറെ ഓപ്ഷൻ ഇല്ല. ഫുഡ് കഴിക്കാൻ കയറിയ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ഞാനത് ബാത്റൂമിൽ കയറി മാറി. വേറെ ഒന്നും ഇപ്പൊ നമുക്ക് ഓപ്ഷൻ ഇല്ല. പുളിയൊക്കെ ഇനി മണാലി പോയിട്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിലോട്ട് പോവാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. നിയർ ബൈ ഏറ്റവും അടുത്ത് നമുക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലം ഇതാണ്. ഇവിടെ നമുക്ക് ഫുഡ് ഐറ്റംസ് ഒന്നും ഉള്ളിലേക്ക് കടത്താൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ബാഗൊക്കെ ഞാൻ അവിടെ വെച്ചു. അതിൽ ചോക്ലേറ്റ്, പീനട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചിട്ട് കയറിക്കോളാൻ പറഞ്ഞു. അത് മൊത്തം ഞാൻ പുറത്തിരുന്ന് കഴിക്കൽ അവിടെ അയലത്തോട് ഞാൻ അവിടെ ബാഗ് ക്ലോക്ക് റൂമിൽ വെച്ചു. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല വെയിലടിച്ച് തുടങ്ങി. നമുക്ക് ഇനി ഉള്ളിൽ കയറിയിട്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഗ്ലാസ് ഒക്കെ പൊടി പിടിച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയി എഴുതി വെച്ചിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര തിരക്കൊന്നും കാണുന്നില്ല. നല്ല ഒരു പ്ലേസ് ആട്ടോ. ഫുൾ ഗ്രീൻ ഗ്രാസ് ഒക്കെ വെച്ച് ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വന്നിരിക്കാൻ നൈസാണ്. ചിലപ്പോൾ ഇന്ന് വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടായിരിക്കാം അധികം തിരക്കൊന്നും കാണുന്നില്ല. വീക്കെൻഡ് എന്താ അവസ്ഥ നമുക്കറിയില്ല. പിന്നെ മോർണിംഗ് ആയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഇപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നുന്നു. ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഇതൊക്കെ കാണുന്നു. സത്യം പറഞ്ഞാൽ എന്തോ അച്ചീവ് ചെയ്തൊരു ഫീലൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. സോ അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, പോകാനുള്ള ഇതില്ല. അപ്പം ഇങ്ങനെ ഓരോ വഴിക്ക് നിറയെ ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടേക്ക് ഇരുന്ന് ചുമ്മാ പ്രാവൊക്കെ നിറയെ കൂട്ടത്തോടെ പറക്കുന്നതൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുക. കാര്യമാണ് ഇങ്ങനെ ചാല് പോലെ വെള്ളം പോകുന്നത്. ഇങ്ങനെ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നീണ്ട ചാലമായിട്ട് ഇങ്ങനെ വെള്ളം ഫുള്ള് ഇതിൻ്റെ ചുറ്റിലും പോകുന്നുണ്ട്. അങ്ങ് ചുറ്റി പോകുന്നുണ്ട്. മേ ബി ഇവിടെ നിറയെ പക്ഷികളുണ്ട്. മയിലിൻ്റെ സൗണ്ടൊക്കെ കേട്ടായിരുന്നു. അപ്പം ചിലപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കാം. ഇതാണ് ഇവിടുത്തെ മെയിൻ ബിൽഡിങ് വരുന്നത്. ഇത് വലിയ ഏക്കർ കണക്കിന് സ്ഥലമാണ് തോന്നുന്നത്. അതിൻ്റെ പുറകിലോട്ടും ഇപ്പം ഞാൻ നടന്നു വന്നത് തന്നെ അവിടെ കുറേ ദൂരത്തുനിന്ന്. അപ്പം അത്രയും സ്ഥലം ഇങ്ങനെ പരന്ന് എടുക്കുക. കുറേ നേരം നമുക്കിവിടെ വന്നിരിക്കാൻ പറ്റും. നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല രസമുണ്ട്. ഇവിടെ ഫുൾ മരങ്ങളും വെറൈറ്റി ഓഫ് ബേർഡ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇതുവരെ കാണാത്ത 1-2 ബേർഡ്സിൻ്റെ വരെ ഞാൻ കണ്ടു. അപ്പോൾ നല്ല രസം. പ്രാവും കുറേ നല്ല രസമുണ്ട് ആക്ച്വലി ഇവിടെ വന്നിരിക്കാൻ. മരത്തിൻ്റെ തണല പുല്ലിൻ്റെ അവിടെയൊക്കെ വന്നിരുന്ന അടിപൊളിയായിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്ന ഈ കാണുന്നതാണ് മെയിൻ ബിൽഡിംഗ്. അതിൻ്റെ ഉള്ളിലാണ് ടോംബ് ഇരിക്കുന്നത്, അതായത് ശവകുടീരം. അതിൻ്റെ ഉള്ളിലാണുള്ളത്. സീ ത്രൂ ദ ക്യാമറ അതാണ് എൻ്റെ മെയിൻ. അപ്പോൾ കണ്ടതാണ് ഹുമയൂൺസ് ടോംബ് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ ബിൽഡിംഗ് ആൻഡ് മെയിൻ ടോംബ് ഇരിക്കുന്ന സ്ഥലം. അതുപോലെ വേറെയും കുറേ ആൾക്കാരുടെയൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അതുപോലെയും വരുന്ന വഴിയിലൊക്കെ കുറേ ഉണ്ട്. ആരുടെ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നിങ്ങൾ ഡൽഹിയിൽ വരുമ്പോൾ എന്തായാലും ഇവിടെ വരണം. ഇവിടെ ഉള്ളവർക്ക് വലിയ കാര്യമായിരിക്കില്ല, വന്ന് പോയവർക്കും വലിയ കാര്യമായിരിക്കില്ല. ബട്ട് എനിക്ക് തോന്നുന്നത് ഭയങ്കര വൃത്തിയായിട്ട് തോന്നി. ജസ്റ്റ് 35 റുപ്പീസ് ടിക്കറ്റിന് ടോട്ടൽ വർത്ത് ഇറ്റ്. സോളോ ചെയ്യുമ്പോൾ ഏറ്റവും സങ്കടം എന്താണെന്നറിയോ? ഫോട്ടോ എടുത്തു തരാൻ ആരുമില്ല. ഇത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ട് അതിൻ്റെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. വീഡിയോ എടുത്തു തരാൻ ആരുമില്ല എന്നുള്ളത് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയാമല്ലോ. പിന്നെ ഇവിടെ കൂടുതൽ ടൂറിസ്റ്റുകളും ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരോടും ഇങ്ങനെ ചോദിക്കാൻ ഒരു മടി.
അതുകൊണ്ട് ഫോൺ അവിടെ ഇവിടെയൊക്കെ വെച്ച് പറ്റുന്ന പോലെയൊക്കെ വൈഡിലിട്ട് സെൽഫി ഒക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. മെയൂൺ ടോംബിന്ന് ഓട്ടോ പിടിച്ച് ഞാനിപ്പം ജയന്തൻ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടുന്ന് നമുക്ക് ലോട്ടസ് ടെമ്പിളിലോട്ടുള്ള മെട്രോ കയറാം. ഗൈസ്, അവിടുന്ന് ഞാൻ അങ്ങനെ ഓട്ടോ പിടിച്ച് മെട്രോ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എന്തായാലും നോക്കാം. ഓരോ ലൈനാണ് ഇവർക്ക്. ബ്ലൂ ലൈൻ, പർപ്പിൾ ലൈൻ, യെല്ലോ ലൈൻ. ഞാൻ ചാറ്റ് ചോദിച്ച് പോവാണ്. ടിക്കറ്റ് എടുത്തു. ഗാർഡ് എന്നോട് പറഞ്ഞു താഴെ പോയിട്ട് ലെഫ്റ്റ് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. എനിക്കൊരു ഐഡിയ ഇല്ല. ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 32 രൂപയുള്ളൂ ഇവിടുന്ന്. അപ്പം ഇറങ്ങിയിട്ട് നമുക്ക് മെട്രോ കാണാം. ശരിക്കും മെട്രോ സ്റ്റേഷനിലോട്ട് നടന്നു വരാനേ ദൂരേ ഉള്ളൂ. പിന്നെ വെയിലായതുകൊണ്ടാണ് ഞാൻ ഓട്ടോ പിടിച്ചത്. അപ്പൊ നമ്മൾ വന്നു, ടിക്കറ്റ് എടുത്തു. കൽക്കാജി മന്ദിർ സ്ഥലത്തിലോട്ടാണ് ടിക്കറ്റ് എടുത്തേക്കണേ. 32 രൂപ. അത് വന്നിട്ട് നേരെ താഴെ ഇറങ്ങാം. ബാക്കിൽ സ്റ്റെയർ ഉണ്ട്. നേരെ താഴെ ഇറങ്ങാം. പ്ലാറ്റ്ഫോം 1 ടുവേർഡ്സ് രാജാ നഗർ സിംഗ്. അവിടെ നമ്മൾ കയറണം. അപ്പം നമ്മൾ മെട്രോ കയറി ഇറങ്ങുമ്പോൾ നേരെ ലോട്ടസ് ടെമ്പിളിലോട്ടുള്ള എക്സിറ്റ് കാണാൻ പറ്റും. അപ്പൊ ആ എക്സിറ്റ് വഴി നേരെ ഇറങ്ങിയ ഇങ്ങനെ എത്തും. ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പൊ ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ട് നടക്കാൻ പോവാ. ഇവിടെ ഫുള്ള് അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ കണ്ടോ, കടകളൊക്കെ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ നടക്കുക. നല്ല വെയില. ഫോൺ ഇങ്ങനെ പിടിക്കാൻ നല്ല പേടിയുണ്ട്. ഇവിടുത്തെ കാര്യം എനിക്ക് അറിയില്ല, തട്ടിപ്പറിച്ച് കൊണ്ടുപോകില്ലേന്ന്. അവിടെ ഞാൻ അവിടെ എത്തിയിട്ട് ഫോൺ എടുക്കാം. ഇതാണ് ലോട്ടസ് ടെമ്പിൾ. നല്ല വെയിലാണ്, നല്ല വെയിലാണ്. ഫോണൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ചിലപ്പോൾ. അത്ര വെയിലുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. കുറേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് ഈ കൽക്കാജി മന്ദിർ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. അപ്പം ആ അമ്പലത്തിൽ പോയിട്ട് മിക്ക ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. അവിടെ നിന്ന് നല്ല തിരക്കുണ്ട്. അവിടെ പോണവരൊക്കെ എല്ലാവരും ഇങ്ങോട്ടും വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ചെരുപ്പ് ഇതുപോലെ ഒരു കവറിൽ ഇവിടെ കുറേ ഉണ്ട്. അത് ആക്കിയിട്ട് വേണം ചെരുപ്പ് ഊരിയിട്ട് പോകണം. അപ്പം ചെരുപ്പ് വെച്ച് നമ്മൾ അവിടുന്ന് ടോക്കൺ എടുക്കണം. വേറെ ഇവിടെ ഫീസ് കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോ നെഹ്റു പ്ലേസ് എന്നുള്ള ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഇപ്പം ലോട്ടസ് ടെമ്പിളും കണ്ട് വന്ന് ഭയങ്കര വെയിലാണ് പുറത്ത്. അപ്പൊ അതുകൊണ്ട് ഇനി വേറെ എവിടെയും പോകാൻ എനിക്ക് വയ്യ. നല്ല തലവേദന എടുക്കും വെയിൽ കൊണ്ട് എനിക്ക്. അപ്പം അതുകൊണ്ട് ഞാനിപ്പം ഇവിടെ നെഹ്റു പ്ലേസ് എന്നുള്ള സ്ഥലത്ത് വന്നു. ഇവിടെ ഒരു ഫുഡ് കോർട്ടാണ് ആക്ച്വലി. അപ്പം ഇവിടെ വന്ന് കുറച്ച് നേരം ഇവിടെ ഇരിക്കാന്ന് വെച്ചു. എന്നെക്കാൾ കൂടുതൽ എൻ്റെ ഫോണിനാണ് ഇപ്പൊ റെസ്റ്റ് ആവശ്യം. ഫോൺ ചുട്ട് വെളുത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു റോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കഴിച്ച് പതുക്കെ റെസ്റ്റ് എടുത്ത് നേരെ നമ്മുടെ നിസാമുദ്ദീനിൽ പോയിട്ട് ബാഗ് എടുത്ത് നേരെ നമ്മുടെ കാശ്മീരി ഗേറ്റിലേക്ക് പോവാണ്. അതാണ് പ്ലാൻ. ഇനി ഇതിന്റെ ഇടയിൽ വേറെ ഇനി എവിടെയും പോകുന്നില്ല. ഡൺ വിത്ത് ഡൽഹി നൗ. ആൻഡ് ഹീറ്റ് ഒട്ടും പറ്റുന്നില്ല. നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയൊരു അവസ്ഥയല്ല. പാർക്കുകളിൽ പോയാലും ഈ വെയിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ വെറുതെ ബോഡി ടയേർഡ് ആക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് ഇനി റെസ്റ്റ്.